Hello everyone. In we discuss ഒരു ICUലെ functions അതിന്റെ working flow. So let me discuss about that. ICU. എന്താണ് ICU എന്ന് പറയുന്നത്? Intensive Care Unit. അതായത് critically ഇല്ലായിട്ടുള്ള പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്യുന്ന സ്ഥലമാണ് ICU എന്ന് പറയുന്നത്. So the patients who are very serious and need extensive care and monitoring are kept in the ICU. അപ്പോൾ എന്താണ് ഏറ്റവും കൂടുതൽ നമ്മൾ അറ്റൻഷൻ കൊടുക്കേണ്ട പേഷ്യൻസിന് അല്ലെങ്കിൽ സീരിയസ് ആയിട്ടുള്ള പേഷ്യൻസിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ICUയിൽ അഡ്മിറ്റ് ചെയ്യുന്നത്. The cost of ICU is about 5 times the cost of a normal bed of the hospital. നോർമലി ഒരു പേഷ്യന്റ് വാർഡിൽ കിടക്കുന്നതിനേക്കാൾ കുറച്ച് എക്സ്പെൻസീവ് ആണ് ICU എന്ന് പറയുന്നത്. ആസ് മോണിറ്ററിംഗ് ആൻഡ് എക്യുപ്മെന്റ്സ് യൂസ്ഡ് ആർ വെരി എക്സ്പെൻസീവ് ആൻഡ് കോസ്റ്റ് ഓഫ് മെഡിസിൻസ്. എന്തുകൊണ്ടാണ് ഇത്രയും കോസ്റ്റ് അവിടെ ആകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ യൂസ് ചെയ്യുന്ന മോണിറ്ററിംഗ് യൂസ് ചെയ്യുന്ന മോണിറ്റേഴ്സ്, എക്യുപ്മെന്റ്സ്, അതുപോലെ തന്നെ മെഡിസിൻസിന്റെ കോസ്റ്റുമാണ് ICU ചാർജ് എന്ന് പറയുന്നത് ഇത്രയും ഹൈ ആവാനുള്ള കാരണം. Disposable items, gases and ventilators care is also very high. Total strength of ICU should be 4 to 10% of the hospital bed strength. ഒരു ഹോസ്പിറ്റൽ ബെഡ് സ്ട്രെങ്തിൽ ഒരു 4 to 10% ഓക്യുപ്പൈഡ് ചെയ്യുന്നത് ICU ബെഡ്സ് തന്നെയാണ്. Intensive care represent the highest level of patient's care and treatment designated for critically ill patients with potentially recoverable life-threatening conditions. അപ്പോൾ നമ്മുടെ ജീവൻ പോകാൻ പോകുന്ന ഒരു അവസ്ഥയിൽ നമ്മൾ പേഷ്യന്റിനെ തിരിച്ചു കൊണ്ടുവരിക എന്ന് പറയുന്നത് അത് ആസ് ദ കൺട്രോൾ ഓഫ് എന്താണ് ഒരു ഹൈ കെയർ മെഡിക്കൽ ടീംസിന്റെ വകയാണ്. അപ്പോൾ ഇന്റൻസീവ് കെയർ എന്ന് പറയുന്നത് പ്രൊവൈഡ് ചെയ്യുന്നത് ഡിഫൈൻഡ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റും ക്രിട്ടിക്കലി ഇല്ലായിട്ടുള്ള പേഷ്യൻസിന് കൊടുക്കുന്നതാണ്. Intensive care is a multidisciplinary and interprofessional specialty specifically designed for management of patients at risk of developing or with establishing life-threatening organ failure. നമുക്കറിയാം നമ്മുടെ ശരീരത്തിലെ ഓരോ ഭാഗങ്ങളും വർക്ക് ചെയ്യാതിരിക്കുമ്പോഴുള്ള അവസ്ഥ. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ പേഷ്യൻസ് എന്ത് ചെയ്യും? വീക്കാവും. സോ ആ വീക്കിൽ നിന്ന് അല്ലെങ്കിൽ ആ ഒരു ഫെയിലിയറിൽ നിന്ന് പേഷ്യൻസിനെ നമ്മൾ തിരിച്ച് റിക്കവർ ചെയ്ത് കൊണ്ടുവരുന്നത് ICUയുടെ സഹായത്തോടു കൂടിയാണ്. ഈ പറയുന്ന പേഷ്യൻസ് ഒന്നും വാർഡിൽ കിടന്നു കഴിഞ്ഞാൽ എന്താ അവരെല്ലാം സർവൈവ് ചെയ്യാറില്ല. സോ അവർക്ക് ബെറ്റർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ആവശ്യമാണ്. സോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ICU പ്രിഫർ ചെയ്യുന്നത്. It is a separate self-contained area with a medical facilities designated for close monitoring, rapid intervention and often extended treatment of patients with acute organ failure. അപ്പോൾ ICUയിൽ സംബന്ധിച്ചിടത്തോളം 24 hours ഒരു മെഡിക്കൽ കൺസൾട്ടന്റിന്റെ അണ്ടർ കൺട്രോളിലായിരിക്കും ഒരു ICU വർക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ ICUയിൽ അഡ്മിറ്റ് ആയിരിക്കുന്ന പേഷ്യൻസിന് സ്ട്രിക്റ്റ് ആയിട്ടുള്ള മോണിറ്ററിംഗും അവിടെ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. It is committed to the management and continuous monitoring of patients with life-threatening conditions. അതായത് ലൈഫ് ത്രെട്ടനിങ് സിറ്റുവേഷൻസ് വരുമ്പോഴാണ് പേഷ്യന്റിന് കണ്ടിന്യൂസ് മോണിറ്ററിംഗും മാനേജ്മെന്റും കൊടുക്കുന്നത്. Intensive care aims to maintain vital functions to prevent further physiological deterioration, reduce mortality and prevent morbidity in critically ill patients. ഏറ്റവും നമുക്ക് അത്യാവശ്യം ബേസിക് നീഡ് എന്ന് പറയുന്നത് ഡെത്ത് റേറ്റ് കുറയ്ക്കുക എന്ന് പറയുന്നത്, അതായത് ബെറ്റർ ട്രീറ്റ്മെന്റ് കൊടുത്ത് ഡെത്ത് റേറ്റ് കുറയ്ക്കുക എന്നുള്ളതാണ് ICU ഫോക്കസ് ചെയ്യുന്നത്. സോ നമ്മുടെ ഹോസ്പിറ്റലുകളിൽ നമുക്ക് മെയിൻലി ഒരുപാട് ICUs അവൈലബിൾ ആണ്. ഇപ്പോൾ ഇൻ പ്രസന്റ് സിറ്റുവേഷൻസിൽ ഓരോ ഡിപ്പാർട്ട്മെന്റ് ICUയും പ്രസന്റ് ആണ്. മെയിൻലി നമുക്ക് പഠിക്കാനുള്ള 4 ICUs ആണ്: മെഡിക്കൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ്, സർജിക്കൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ്, പീഡിയാട്രിക് ഇന്റൻസീവ് കെയർ യൂണിറ്റ് ആൻഡ് ന്യൂനേറ്റൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ്. സോ എന്താണ് മെഡിക്കൽ ഇന്റൻസീവ് കെയർ എന്ന് പറയുന്നത്? The medical intensive care unit is dedicated to caring for adult patient with medical condition requiring frequent observation. അതായത് അഡൾട്ട് പേഷ്യൻസിനെ അഡ്മിറ്റ് ചെയ്ത് റിക്കവറി ആവശ്യമായിട്ടുള്ള പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്യുന്ന പ്ലേസ് ആണ് മെഡിക്കൽ ഇന്റൻസീവ് കെയർ എന്ന് പറയുന്നത്. Specialized monitoring and medical treatment, these include illness such as diabetic ketoacidosis, gastrointestinal bleeding, drug overdose, respiratory failure, sepsis, stroke and cancers. ഈ പറഞ്ഞ ഡിസീസ് ഒക്കെ എന്ന് പറയുന്നത് നമ്മൾ ലൈഫ് ത്രെട്ടനിങ് ആയിട്ടുള്ള കണ്ടീഷൻസ് ആണ്. സോ ഇങ്ങനെയുള്ള പേഷ്യൻസിനെ മെഡിസിൻ കൊടുത്തതാണ് മെഡിക്കൽ ഇന്റൻസീവ് കെയർ എന്ന് പറയുന്നത്. മെഡിസിൻ കൊടുത്ത് ആ ഒരു ട്രീറ്റ്മെന്റിലൂടെ പേഷ്യന്റിനെ എന്ത് ചെയ്യുന്നു? റിക്കവറിയിലേക്ക് കൊണ്ടുവരും. നെക്സ്റ്റ് വൺ സർജിക്കൽ ഇന്റൻസീവ് കെയർ. സർജിക്കൽ ഇന്റൻസീവ് കെയർ എന്ന് പറയുന്നത് സർജറി കഴിഞ്ഞ അല്ലെങ്കിൽ ഒരു പോസ്റ്റ് സർജിക്കൽ പേഷ്യന്റിനെ അഡ്മിറ്റ് ചെയ്യുന്ന സ്ഥലമാണ് സർജിക്കൽ ഇന്റൻസീവ് കെയർ എന്ന് പറയുന്നത്. The surgical intensive care is decided to managing post-operative patient including patients who have undergone major abdominal surgeries,
ക്രേനിയോട്ടമി പേഷ്യൻസ്, തൊറാക്കോട്ടമി പേഷ്യൻസ്. അതായത് സർജറി, അതായത് വലിയ വലിയ സർജറീസ് കഴിഞ്ഞ പേഷ്യൻസിനെ പോസ്റ്റ് ഓപ്പ് ട്രീറ്റ് ചെയ്യുന്ന സ്ഥലമാണ് സർജിക്കൽ ഇന്റൻസീവ് കെയർ എന്ന് പറയുന്നത്. അൺസ്റ്റേബിൾ മൾട്ടിപ്പിൾ ട്രോമ പേഷ്യൻസ് ആൻഡ് any surgical patients who requires continuous monitoring or life support. അതുപോലെ തന്നെ ട്രോമയിലായുള്ള പേഷ്യൻസ്, അതായത് ഓർമ്മയൊന്നും വല്ലാത്ത ന്യൂറോ പരമായിട്ടുള്ള പേഷ്യൻസിന് എന്ത് ചെയ്യാറുണ്ട്, ന്യൂറോ സർജറി ഒക്കെ കഴിഞ്ഞ പേഷ്യൻസിനെയും കണ്ടിന്യൂസ് മോണിറ്ററിങ്ങിനും അവരുടെ ലൈഫ് സപ്പോർട്ടിംഗ് സിസ്റ്റത്തിനും വേണ്ടിയിട്ട് നമ്മൾ സർജിക്കൽ ഇന്റൻസീവ് കെയർ ICUവിൽ അഡ്മിറ്റ് ആക്കാറുണ്ട്. സോ നെക്സ്റ്റ് വൺ പീഡിയാട്രിക് ഇന്റൻസീവ് കെയർ യൂണിറ്റ്. പേര് പറയും പോലെ പീഡിയാട്രിക് തന്നെയാണ്. ക്രിട്ടിക്കലി ഇൽ ചിൽഡ്രൻസ് ആർ മാനേജ്ഡ് ഇൻ ദ പീഡിയാട്രിക് ഇന്റൻസീവ് കെയർ യൂണിറ്റ്. അതായത് കുഞ്ഞുകുട്ടികളെ, ചിൽഡ്രൻസിനെ ചികിത്സിക്കുന്ന, ക്രിട്ടിക്കലി ഇൽഡ് ആയിട്ടുള്ള കുട്ടികളെ ചികിത്സിക്കുന്ന സ്ഥലമാണ് പീഡിയാട്രിക് ഇന്റൻസീവ് കെയർ യൂണിറ്റ് എന്ന് പറയുന്നത്. ചിൽഡ്രൻ who have just undergone surgery and are at risk of deterioration are also managed in the pediatric intensive care unit. സർജറി കഴിഞ്ഞ കുഞ്ഞുങ്ങളെയും എന്ത് ചെയ്യാറുണ്ട്, പീഡിയാട്രിക് ഇന്റൻസീവ് കെയർ യൂണിറ്റിൽ തന്നെയാണ് പോസ്റ്റ് ഓപ്പ് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത്. നെക്സ്റ്റ് വൺ നിയോനേറ്റൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ്. നിയോനേറ്റൽ എന്ന് പറയുമ്പോൾ എന്താണ്, കുഞ്ഞ്, അതായത് ജനിച്ച് ദിവസങ്ങളോ അല്ലെങ്കിൽ ആഴ്ചകളോ പ്രായമായ കുഞ്ഞുങ്ങളാണ് നിയോനേറ്റൽസ് എന്ന് പറയുന്നത്. The neonatal intensive care unit is responsible for managing premature, high risk and critically ill infants. ഒന്നുകിൽ എന്താണ് പ്രിമച്ചുർ, അതായത് മാസം തികയാതെ പ്രസവിക്കുന്ന കുഞ്ഞുങ്ങളും, ഹൈ റിസ്ക് ജനിക്കുമ്പോൾ എന്തെങ്കിലും റിസ്ക് ഉള്ള കുട്ടികളും, അതുപോലെ തന്നെ ഉള്ള കുട്ടികളെ ചികിത്സിക്കുന്ന സ്ഥലമാണ്, അല്ലെങ്കിൽ അവരെ അഡ്മിറ്റ് ചെയ്യുന്ന സ്ഥലമാണ് നിയോനേറ്റൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ് എന്ന് പറയുന്നത്. Neonates with congenital disorders and birth complications are also managed in the neonatal intensive care unit. അതായത് പേഷ്യൻസിന്, അതായത് കുഞ്ഞുങ്ങൾക്ക്, നിയോനേറ്റ്സിന് ന്യൂറോ പരമായിട്ടുള്ള എന്തെങ്കിലും ഡിസ്ട്രക്ഷൻസ് ഉണ്ടെങ്കിലോ അത് എന്ത് ചെയ്യാറുണ്ട്, നമ്മൾ നിയോനേറ്റൽ ഇന്റൻസീവ് കെയർ യൂണിറ്റിൽ തന്നെയാണ് ട്രീറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ, നമ്മുടെ ICUവിൽ, എല്ലാ ICUവിലും കോമൺ ആയിട്ട് ഓരോ എക്യുപ്മെന്റ്സും യൂസ് ചെയ്യാറില്ല. ഓരോ ICUവിലും അവരുടെ ആ ഡിപ്പാർട്ട്മെന്റ് വൈസ് അല്ലെങ്കിൽ അവരുടെ ആ ഒരു കാറ്റഗറി വൈസിലുള്ള ഇൻസ്ട്രുമെന്റ്സും എക്യുപ്മെന്റ്സും മാത്രമാണ് എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത്. സോ അങ്ങനെ നോർമലി ഒരു ICUവിൽ യൂസ് ചെയ്യുന്ന കുറച്ച് എക്യുപ്മെന്റ്സിന് നമുക്ക് പരിചയപ്പെടാം. ഫസ്റ്റ് വൺ, സ്പെഷ്യലൈസ്ഡ് ICU ബെഡ്സ്. അറിയാമല്ലോ, സ്പെഷ്യൽ ആയിട്ടുള്ള ICU ബെഡ്സ് ഉണ്ട്. റെസ്പിറേറ്ററി വെന്റിലേറ്റർ സപ്പോർട്ടിംഗ് സിസ്റ്റം, വെന്റിലേഷൻ സപ്പോർട്ടിംഗ് സിസ്റ്റമായ റെസ്പിറേറ്ററി വെന്റിലേറ്റർ ഉണ്ട്. മൾട്ടി മോണിറ്റർ, നമ്മുടെ മോണിറ്ററിംഗ് ചെയ്യാൻ BP, പ്രഷർ, പൾസ് എല്ലാം മോണിറ്റർ ചെയ്യാൻ ഒരു മൾട്ടി മോണിറ്റർ ഉണ്ട്. ഡിഫിബ്രിലേറ്റർ, ആർട്ടിഫിഷ്യൽ ഇലക്ട്രിക്കൽ ഷോക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഡിഫിബ്രിലേറ്റർ ഉണ്ട്. നെബുലൈസർ, നമ്മുടെ എയർവേ പാത്തേജ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് നെബുലൈസേഷൻ കൊടുക്കാൻ നെബുലൈസർ ഉണ്ട്. ഹ്യൂമിഡിഫയർ, വെന്റിലേറ്ററിലെ ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് പ്രിവെന്റ് ചെയ്യാൻ, അല്ലെങ്കിൽ നമ്മുടെ എയറിനെ ഡ്രൈ എയർ ആയിട്ട് കൊടുക്കാതെ ഹ്യൂമിഡിഫൈ ചെയ്ത് കൊടുക്കാൻ ഹ്യൂമിഡിഫയർ ഉണ്ട്. മെഡിക്കൽ ഗ്യാസസ്, അതായത് ഓക്സിജൻ നൈട്രസ് ഉണ്ട്. ഇൻഫ്യൂഷൻ പമ്പ്, പേഷ്യൻസിന് ഡ്രഗ്സ് ലോഡ് ചെയ്ത് കണ്ടിന്യൂസ്ലി ഒരു അവേഴ്സ് പോകാനുള്ള പേഷ്യൻസിനൊക്കെ ഇൻഫ്യൂഷൻ പമ്പിന്റെ സഹായത്തോട് കൂടിയിട്ടാണ് മെഡിസിൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ, ബ്ലഡ് ഗ്യാസ് അനലൈസർ. നമ്മുടെ ബ്ലഡിലെ ഗ്യാസിന്റെ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്ലഡ് ഗ്യാസ് അനലൈസർ കാണാം. എക്സ്റേ മെഷീൻ ഉണ്ടായിരിക്കും. ഓക്സിജൻ തെറാപ്പിക്ക് വേണ്ടിയിട്ടുള്ള എക്യുപ്മെന്റ്സ് ഉണ്ടായിരിക്കും. പൾമണറി ആർട്ടറി കത്തീറ്റേഴ്സും ഒരു നോർമൽ ICUവിൽ അവൈലബിൾ ആണ്. സോ നെക്സ്റ്റ് വൺ, സ്പെഷ്യൽ ICU ബെഡ്സ്. നമുക്കറിയാം, നമ്മൾ ഹോസ്പിറ്റലുകളിൽ പോകുമ്പോൾ കണ്ടിട്ടുണ്ട് ICU ബെഡ്സ്. They are motorized beds and various positions can be made such as backrest, knee rest, Trendelenburg, anti-Trendelenburg positions with the provision for head rise. അതായത് സ്പെഷ്യൽ ICU ബെഡ്സിന്റെ ഒരു പ്രത്യേകത അല്ലെങ്കിൽ പെക്യുലാരിറ്റി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മോട്ടറൈസ്ഡ് ആണ്. നമ്മുടെ കയ്യിലുള്ള ഒരു റിമോട്ട് കൺട്രോളിലാണ് അത് ആ ബെഡ് വർക്ക് ചെയ്യുന്നത്. അതില് ബാക്ക് റെസ്റ്റ്, ഇപ്പൊ നമുക്ക് ബാക്ക് നമുക്ക് സ്ട്രേറ്റ് ചെയ്ത് വെച്ച് നമുക്ക് അതിൽ കിടക്കാൻ പറ്റും. നീ റെസ്റ്റ്, നമ്മുടെ ഫൂട്ടിന്റെ താഴോട്ട് വരുന്ന ഭാഗത്ത് അവിടെ നമുക്ക് പൊക്കി വെച്ചിട്ട് കിടക്കാൻ പറ്റും. ടെൻഡലൻബർഗ് എന്ന് പറയുന്നത് നമ്മുടെ ഹെഡ് ഡൗൺ ആക്കുന്ന, നമ്മുടെ തലഭാഗം താഴ്ത്തി നിർത്തുന്ന ടെൻഡലൻബർഗ്. ആന്റി ടെൻഡലൻബർഗ് എന്ന് പറയുന്നത് തിരികെ ആ ടെൻഡലൻബർഗിൽ നിൽക്കുന്ന പൊസിഷനിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരുന്നതാണ് ആന്റി ടെൻഡലൻബർഗ് എന്ന് പറയുന്നത്. ഇറ്റ് ഷുഡ് ഹാവ് ഡ്രിപ്പ് റോഡ്. അതുപോലെ തന്നെ ഈ ബെഡിൽ അറ്റാച്ച് ചെയ്തുകൊണ്ട് ഒരു ഡ്രിപ്പ് റോഡ് കാണാം. അതായത് പേഷ്യൻസിന് മെഡിസിൻസ് ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡ്രിപ്പ് റോഡ് കാണും. കൊളാപ്സിബിൾ സൈഡ് റെയിൽസ്, തിക് മാട്രസ്. ഈ മാട്രസിന് രണ്ട് സൈഡിലും എന്ത് കാണും, റെയിൽസ് കാണും. റെയിൽസ് കാണാന്ന് വെച്ചാൽ എന്താണ്, ഒരു പ്രൊട്ടക്ഷൻ ആണ്. ഇപ്പൊ പേഷ്യൻസ് ഒക്കെ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുന്ന സമയത്ത് ഉരുണ്ട് താഴെ പോകാനുള്ള ചാൻസ് ഉണ്ട്. സോ അത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് കൊടുക്കുന്നത്, സൈഡ് റെയിൽസ് കൊടുക്കുന്നത്. ട്രാൻസ്ഫറിങ് പേഷ്യൻസ് ഓൾസോ ഡൺ ഇൻ ദിസ് ബെഡ്. അതുപോലെ തന്നെ മറ്റൊരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പേഷ്യന്റിനെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ നമ്മൾ സ്പെഷ്യൽ ICU ബെഡ്സ് യൂസ് ചെയ്യാറുണ്ട്.
ഓക്കെ, നെക്സ്റ്റ് വൺ റെസ്പിറേറ്ററി വെന്റിലേറ്റർ. നമ്മുടെ ആർട്ടിഫിഷ്യൽ ബ്രീത്ത് കൊടുക്കുന്നത് റെസ്പിറേറ്ററി വെന്റിലേറ്റർ ആണ്. This equipment helps in giving artificial or controlled respiration to those patients who do not, some reasons, cannot breathe on their own. സ്വന്തമായിട്ട് എന്തെങ്കിലും കാരണം കൊണ്ട് സ്വയം ശ്വസിക്കാൻ പറ്റാത്ത ആളുകൾക്ക് ആർട്ടിഫിഷ്യലി ഓക്സിജൻ സപ്ലൈ ചെയ്യുന്നതാണ് നമ്മുടെ വെന്റിലേറ്റർ എന്ന് പറയുന്നത്. Many ventilators have modes such as which give support to those patients where respiration is not adequate. വെന്റിലേറ്ററിൽ ഓരോരോ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മോഡ്സ് ഉണ്ട്. ഈ മോഡ്സിന്റെ സഹായത്തോട് കൂടിയിട്ടാണ് അഡിക്വേറ്റ് ആയിട്ട് റെസ്പിറേഷൻ നടക്കാത്ത പേഷ്യൻസിന് നമ്മൾ സപ്പോർട്ട് കൊടുക്കുന്നത്. ദിസ് മിഷൻ റെഡ്യൂസ് ദ ബ്രീത്തിങ് എഫോർട്ട് ഓഫ് ദ പേഷ്യന്റ് ആൻഡ് ഹെൽപ്സ് ഇൻ റീഗെയിനിങ് ഹിസ് എഫോർട്ട്. ദിസ് ഈസ് നോൺ ആസ് പ്രഷർ സപ്പോർട്ട്. അതായത് ഒരു പേഷ്യന്റിന്റെ എഫേർട്ട് പ്രഷർ കുറച്ചുകൊണ്ട്, അതായത് അഡിക്വേറ്റ് ആയിട്ട് ബ്രീത്ത് ചെയ്യാൻ പറ്റാത്ത പേഷ്യൻസ് ശ്വാസം എടുക്കുന്നത് അത്രയും ഡീപ്പായിട്ട് അത്രയും പ്രഷറൈസ് ചെയ്തായിട്ട് എടുക്കുന്നത്. സോ ആ പ്രഷർ കുറച്ചുകൊണ്ട് ആ പ്രഷർ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മോഡാണ് പ്രഷർ സപ്പോർട്ട് മോഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ SIMV മോഡ്. അതായത് സംടൈംസ് ദ പേഷ്യന്റ് ഈസ് ബ്രീത്തിങ് സ്പോണ്ടേനിയസ്ലി ബട്ട് ദ വെന്റിലേറ്റർ ഓൾസോ ഡെലിവേഴ്സ് സം ഓഫ് ആർട്ടിഫിഷ്യൽ ബ്രീത്ത്. SIMV മോഡിൽ എന്താണ് പറയുന്നത്? പേഷ്യൻസ് സ്പോണ്ടേനിയസ് ആണ്, അതായത് സ്വന്തമായിട്ട് ബ്രീത്ത് ചെയ്യും, പക്ഷേ വെന്റിലേറ്റർ എന്ത് ചെയ്യും, ചില സം എമൗണ്ടിൽ എന്ത് കൊടുക്കും, ആർട്ടിഫിഷ്യൽ ബ്രീത്തും കൂടെ കൊടുക്കാറുണ്ട്. This is known as SIMV mode, synchronized intermittent mandatory ventilation എന്നാണ് പറയുന്നത്. These breaths are synchronized with the respiration of the patient. അപ്പോൾ SIMV മോഡ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ സ്പോണ്ടേനിയസ്ലി റെസ്പയർ ചെയ്യുന്ന ഒരു പേഷ്യന്റിന്റെ നോർമൽ റെസ്പിറേഷനുമായിട്ട് ഇത് സിമിലർ ആയിരിക്കും. നെക്സ്റ്റ് വൺ spontaneous apnea backup. The ventilator recognizes the situation and start giving artificial breath. ഇപ്പോൾ ഒരു പേഷ്യന്റ് സ്വന്തമായിട്ട് സ്പോണ്ടേനിയസ്ലി ബ്രീത്ത് ചെയ്യുന്നില്ല എങ്കിൽ വെന്റിലേറ്റർ അത് ഡിറ്റക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ബ്രീത്ത് കൊടുക്കും. ദിസ് ഈസ് നോൺ ആസ് സ്പോണ്ടേനിയസ് ആപ്നിയ ബാക്കപ്പ് ആൻഡ് ഇറ്റ് സ്റ്റാർട്ട് ഗിവ് അലാം ടു മേക്ക് യുവർ അലർട്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു പേഷ്യന്റ് റെസ്പയർ ചെയ്യാത്ത സമയം വെന്റിലേറ്റർ ആണ് അതിന് സപ്പോർട്ട് കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യും, നമുക്ക് ഓട്ടോമാറ്റിക് അലാം തന്ന് അത് നമ്മളെ ഇൻഡിക്കേറ്റ് ചെയ്യും.